ഈ അസുലഭ മുഹൂർത്തത്തിൽ എണീറ്റെടുക്കാൻ അവസരം തന്ന റബ്ബിനെ സർവസ്തുതി അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയമാണെന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാമിനെ പറ്റി പറയുകയാണ്. പൊന്നാന നബീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറയുകയാണെങ്കിൽ ഇന്നും നാളെയും പറഞ്ഞാൽ തീരാത്തത്ര മഹത്വങ്ങളാണ്. എന്നാൽ സ്വലാത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും ഏത് ഘട്ടത്തിൽ ചൊല്ലിയാലും ഏത് സാഹചര്യത്തിൽ ചൊല്ലിയാലും അത് ഫലമാണ്. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാ ദിവസവും 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവൻ മരിക്കുകയില്ല. ഇത്ര നാൾ കള്ള് കുടിച്ച് നടന്നവനാണെങ്കിലും, ഇത്ര നാൾ വ്യഭിചരിച്ച് നടന്നവനാണെങ്കിലും, ഇത്ര നാൾ ഹറാമം തന്ന് നടന്നവനാണെങ്കിലും, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഏതെങ്കിലും ഒരാണോ പെണ്ണോ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ കള്ള് കുടിയാനാണെങ്കിലും സ്വർഗമാണെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇസ്റഉല്ലാഹു സദ്റഹു ലിൽ ഈമാൻ. 1000 സ്വലാത്ത് ആരെങ്കിലും ഒരാൾ ഒരു ദിവസം ചൊല്ലിയാൽ അവന്റെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു ഈമാനികമായ ചിന്തട്ട് കൊടുക്കുകയാണ്. പിന്നെ അവൻ കള്ള് കുടിക്കൂല, പിന്നെ അവൻ വ്യഭിചരിക്കൂല, പിന്നെ അവൻ ഹറാം തിന്നുകയില്ല. ഫയഹദീ തനി അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്. കാരണം എന്തെന്നറിയുമോ? മദീനയുടെ മണവാളന്റെ പേരിലാണ്, മദീനയുടെ രാജകുമാരന്റെ പേരിലാണ് അവൻ സ്വലാത്ത് ചൊല്ലിയത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഒന്ന് ഉറക്കെ സ്വലാത്ത് പറയൂ. എന്റെ പേര് കേട്ടിട്ട് ആരെങ്കിലും സ്വലാത്ത് പറയാത്തവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിസ്കാരാണെന്ന് പറഞ്ഞ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ മോശമായ ചിന്തകൾ കടന്നു വരികയാണെങ്കിലും ഒരു ദിക്റും ചൊല്ലണ്ട. ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലുന്നവരായാൽ മതി. ഒരേ ഇരിപ്പിൽ ചെല്ലണമെന്ന് പറയുന്നില്ല. നടന്നു പോകുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ചൊല്ലിക്കോ ഒരു 100 സ്വലാത്ത്. അങ്ങനെ 1 മണിക്കൂർ 100 സ്വലാത്ത് ചൊല്ലുമ്പോ അൽഹംദുലില്ലാഹ്, ആ 100 സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്റെ ഉള്ളിലെ അല്ലാഹു ഈമാനികമായ ചിന്ത കൊടുക്കുകയാണ്. അവൻ കള്ളുകുടിയനാണെങ്കിലും അവന്റെ ഹൃദയത്തിലേക്ക് തോന്നിപ്പിക്കുക വേണ്ട. അവൻ വ്യഭിചാരിയാണെങ്കിലും അവന്റെ ഹൃദയങ്ങളിലേക്ക് തോന്നിപ്പിക്കുക വേണ്ട. അല്ലാഹു അവനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. പഠിച്ചവന്റെ ഖുർആനുണ്ടല്ലോ, പഠിച്ചവന്റെ ദീനുണ്ടല്ലോ, പഠിച്ചവന്റെ പള്ളിയിലേക്ക് കയറി നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അവന്റെ ഹൃദയങ്ങളിലേക്ക് ഇട്ട് കൊടുക്കും. മാത്രമല്ല അവനെ നേരായ മാർഗത്തിലേക്ക് അല്ലാഹു നയിക്കുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ദിവസവും 1000 സ്വലാത്ത് ചൊല്ലുവാൻ നാം ഒരുങ്ങണം. ഈ റബ്ബുൽ അവ്വൽ മാസത്തിൽ 1,00,000 സ്വലാത്ത് ചെയ്യാനുള്ള മഹാ തൗഫീഖ് നാം ഏവർക്കും നൽകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞോട് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.